നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറും. അവർ വലിയ ശബ്ദത്തിൽ സംസാരിക്കാറില്ല, ആർഭാടമൊന്നുമില്ല. എന്നാൽ അവരുടെ സാന്നിധ്യം മാത്രം മതി എല്ലാവരുടെയും ശ്രദ്ധ സ്വാഭാവികമായി അവരിലേക്ക് തിരിയാൻ. അവരുടെ നടപ്പ്, അവരുടെ കണ്ണുകൾ, അവരുടെ ബോഡി ലാംഗ്വേജ് ഇവയെല്ലാം ചേർന്നാണ് ഒരു അദൃശ്യ ശക്തി സൃഷ്ടിക്കുന്നത്. ആ ശക്തിയെയാണ് ഓറ എന്ന് പറയുന്നത്. ഓറ എന്നത് ഒരു വാക്ക് മാത്രമല്ല, നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന ഒരു പ്രഭാവമാണ് അത്. നിങ്ങളില്ലാത്തപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടാകുന്നത്, ആളുകൾ നിങ്ങളെ ലഘുവായി കാണാൻ മടിക്കുന്നത്, നിങ്ങൾ സംസാരിക്കാതെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഒരു സ്വാധീനം സൃഷ്ടിക്കുന്നത്, ഇവയെല്ലാം ഒരു ശക്തമായ ഓറയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഒരു സത്യം ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് പലരും നിങ്ങളെ എളുപ്പത്തിൽ മറക്കുന്നത്? എന്തുകൊണ്ടാണ് ചില കൂട്ടായ്മകളിൽ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലാത്തവനായി തോന്നുന്നത്? അതിനൊരു കാരണം മാത്രം: നിങ്ങളുടെ ഓറ ഇനിയും ഉണർന്നിട്ടില്ല. അതേസമയം ചില ആളുകളുണ്ട്, അവരെ ഒരിക്കൽ കണ്ടാൽ തന്നെ മറക്കാൻ കഴിയില്ല. അവരിലൊരു പ്രത്യേക ആകർഷണം, ഒരു തിളക്കം, ഒരു വിവരണം ചെയ്യാൻ കഴിയാത്ത ശക്തിയുണ്ടാകും. അവർ സംസാരിക്കാൻ മുമ്പേ ബഹുമാനം നേടും. പ്രാചീന തത്വചിന്തകനായ ചാണക്യ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ വാക്കുകളിലോ അവന്റെ കരുത്തിലോ അല്ല, അവന്റെ പ്രഭാവത്തിലാണ്. ഒരു വാൾ ശരീരത്തെ കീഴടക്കും, പക്ഷെ ഒരു ശക്തമായ ഓറ മനസ്സിനെയും ബഹുമാനത്തെയും വിശ്വാസത്തെയും കീഴടക്കും. ശക്തമായ ഓറയുള്ള ഒരാൾ ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം പോലും അവരുടെ അനുസരണയിലാകും. ആളുകൾ അവരെ കാണുന്നതല്ല, അവരെ അനുഭവിക്കുന്നതാണ്. ഇന്നത്തെ ലോകത്ത് സെക്കൻഡുകൾ മാത്രം നീളുന്ന റീലുകൾക്കായി ആളുകൾ അവരുടെ ശ്രദ്ധയും ഊർജവും പാഴാക്കുന്ന കാലത്ത് ഓറ എന്നത് ഒരു ശക്തമായ ആയുധമാണ്. അതുകൊണ്ട് നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുക മാത്രമല്ല, ജനക്കൂട്ടത്തിന് മുകളിൽ ഉയരാനും കഴിയും. എല്ലാത്തിലും നല്ല കാര്യം എന്താണെന്നറിയാമോ? ഓറ ജന്മനാ കിട്ടുന്നതല്ല, അത് നിർമ്മിക്കപ്പെടുന്നതാണ്. അതെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓറ സൃഷ്ടിക്കാം. ശരിയായ തത്വങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ പരിചയപ്പെടുത്തലാകുന്നത്ര ശക്തമായ വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന 7 ശക്തിയേറിയ ചാണക്യ തത്വങ്ങളാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ പറയുന്ന ഒരു ബോണസ് സ്റ്റെപ്പ് നിങ്ങളുടെ ഓറയെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തും. ഇപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ശക്തിയേറിയ ഓറ നിർമ്മിക്കാനുള്ള 7 ചാണക്യ തത്വങ്ങളിൽ ആദ്യത്തേത്: 1. ആത്മവിശ്വാസമുള്ള രൂപം, കോൺഫിഡന്റ് അപ്പിയറൻസ്. നിങ്ങൾ ഒരിടത്തെത്തിയാൽ ആളുകൾ സ്വാഭാവികമായി ശ്രദ്ധ തിരിക്കണം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പേ ഒരു ബഹുമാനമുണ്ടാകണം. കാരണം പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ പറഞ്ഞിട്ടുണ്ട്, ആത്മവിശ്വാസമില്ലാത്ത മനുഷ്യന്റെ സമീപത്ത് ലോകം നിമിഷങ്ങൾ മാത്രം നിൽക്കും, പക്ഷേ ആത്മവിശ്വാസമുള്ളവന്റെ അടുത്ത് അത് താമസിക്കും. നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ നടപ്പ്, നിൽക്കുന്ന രീതികൾ, കണ്ണുകളുടെ ഉറപ്പ്, ശബ്ദത്തിന്റെ താളം ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഓറ നിർമ്മിക്കപ്പെടുന്നത്. ലോകം ആദ്യം കാണുന്നത് നിങ്ങളുടെ കഴിവുകളെയോ വിജയങ്ങളെയോ അല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ്. നിങ്ങൾ നിങ്ങളെ ദുർബലനായി കാണിച്ചാൽ ലോകം നിങ്ങളെ അവഗണിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ഒരാളായി തോന്നിച്ചാൽ ലോകം നിങ്ങളെ പരീക്ഷിക്കും. പക്ഷേ നിങ്ങൾ നിവർന്നു നിൽക്കുകയാണെങ്കിൽ, തോളുകൾ തുറന്നതും കഴുത്തുയർന്നതും കണ്ണുകളിൽ സ്ഥിരതയും മുഖത്ത് ശാന്തമായ ആത്മവിശ്വാസവുമുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പ്: നിങ്ങളെ ലഘുവായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. ഓർക്കുക, ശക്തമായ ഓറയുടെ പകുതിയിൽ പോലും നിങ്ങളുടെ വാക്കുകളിൽ നിന്നല്ല, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നാണ്. ചാണക്യൻ വ്യക്തമാക്കുന്നു, ആരാണ് സ്വയം കീഴടക്കുന്നത്, അവനെ പുറം ലോകം കീഴടക്കാൻ കഴിയില്ല. ഈ ഉള്ളിലെ വിജയം പുറത്തേക്ക് പ്രതിഫലിക്കും. അതുകൊണ്ട് നിങ്ങളൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും സ്ഥിരമായ ഊർജം നിങ്ങളുടേതാണ് എന്ന് തോന്നണം. നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തനിക്കെന്താണ് വേണ്ടത് എന്നറിയാം എന്നൊരു വികാരം ആളുകൾക്കുണ്ടാകണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു സമതുലിതത്വം,
ഒരു ഉറപ്പ്, ഒരു നിയന്ത്രിത ശക്തിയുണ്ടായിരിക്കണം. അപ്പോൾ ആളുകൾ കേൾക്കുന്നത് വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ഊർജവുമായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കൂ, ആത്മവിശ്വാസമെന്നത് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന് കാണിക്കുന്നതല്ല, ഞാൻ എനിക്ക് തന്നെ ചെറിയവനല്ല എന്ന് ഉറച്ചു നിൽക്കുന്നതാണ്. എന്നെ ആരും തകർക്കാൻ കഴിയില്ല, എന്നെ എളുപ്പത്തിൽ ഇളക്കാൻ കഴിയില്ല. ഈ മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ വളരുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ പ്രചോദനമായി മാറും. ആളുകൾ നിങ്ങളുടെ രൂപത്തേക്കാൾ നിങ്ങളുടെ ശക്തിയിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം സുന്ദരതയല്ല ആകർഷിക്കുന്നത്, ഉറച്ച മനസ്സും സ്ഥിരമായ ആത്മവിശ്വാസവുമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ ലോകം അതിനെ തിരിച്ചറിയും. ഈ ശാന്തവും ശക്തവുമായ ആത്മവിശ്വാസം നിങ്ങളുടെ ശരീരഭാഷയിൽ നിറയുമ്പോൾ നിങ്ങളുടെ ഓറ ഒരു പുതിയ തലത്തിലേക്ക് ഉയരും. അപ്പോൾ ഏതൊരു സദസ്സിലും നിങ്ങളെ അവഗണിക്കാൻ സാധിക്കില്ല. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സാന്നിധ്യം അവരുടെ മനസ്സിൽ ഒരു ആഴമുള്ള മുദ്ര പതിപ്പിക്കും. ഇതാണ് ആത്മവിശ്വാസമുള്ള രൂപത്തിന്റെ യഥാർത്ഥ ശക്തി. ഇത് വാക്കുകൾ കൊണ്ടല്ല, സാന്നിധ്യം കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുന്ന ശക്തിയാണ്. 2. ആത്മവിശ്വാസത്തോടെ നടക്കുക. വാക്ക് വിത്ത് കോൺഫിഡൻസ്. നിങ്ങളുടെ ആദ്യ പരിചയപ്പെടുത്തൽ നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ നടപ്പാണ്. ചാണക്യൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. മനുഷ്യനെ മനസ്സിലാക്കാൻ അവൻ സംസാരിക്കുന്നത് കേൾക്കേണ്ടതില്ല, അവൻ നടക്കുന്നത് കാണുക മതിയാകും. ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും അവരുടെ വാക്കുകളിലല്ല, അവരുടെ നടപ്പിൽ പ്രതിഫലിക്കുന്നു. നിങ്ങൾ ഒരിടത്ത് പ്രവേശിക്കുന്നതിനു മുൻപേ നിങ്ങളുടെ നടപ്പ് തീരുമാനിച്ചിരിക്കും. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമോ അല്ലെങ്കിൽ അവഗണിക്കുമോ എന്ന്. ആത്മവിശ്വാസത്തോടെ നടക്കുന്ന ഒരാൾ വാക്കുകളില്ലാതെ തന്നെ ഒരു സന്ദേശം നൽകുന്നു. ഞാനിവിടെ ഉണ്ടാകേണ്ടവനാണ് എന്നൊരുറച്ച സന്ദേശം. അതുതന്നെയാണ് ശക്തമായ ഓറയുടെ അടിസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ശക്തമായ ഓറ വേണമെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നടപ്പാണ്. ഇത് വെറും ചുവടുകൾ ഇടുന്നത് മാത്രമല്ല. എനിക്കെന്നിൽ വിശ്വാസമുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല, എന്റേതായ സ്ഥാനം നേടാൻ ഞാനിവിടെ വന്നതാണ് എന്നൊരു സന്ദേശം ലോകത്തിന് നൽകുകയാണ്. നിങ്ങൾ അകത്തേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ പോസ്ചർ, നിങ്ങളുടെ കഴുത്തിന്റെ നില, തോളുകളുടെ തുറച്ച നില, ചുവടുകളുടെ താളം, ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ മനോഭാവം വെളിപ്പെടുത്തുന്നു. നേരായ നട്ടെല്ല്, അല്പം ഉയർന്ന നെഞ്ച്, സമതുലിതമായ ചുവടുകൾ, സ്ഥിരമായ നോട്ടം, ഇവ പറയുന്നത് ഒരേയൊരു കാര്യം: ഈ വ്യക്തി സ്വയം ബഹുമാനിക്കുന്നു. ഓർക്കുക, സ്വയം ബഹുമാനിക്കുന്നവരെ മാത്രമാണ് ലോകം ബഹുമാനിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, പലരും നടക്കുമ്പോൾ തല താഴ്ത്തിയിരിക്കും, തോളുകൾ ചുരുണ്ട നിലയിൽ, കൈകൾ പോക്കറ്റിൽ, മുഖത്തൊരു അനിശ്ചിതത്വം. അവരുടെ നടപ്പ് തന്നെ ഒരു സന്ദേശം നൽകുന്നു: ഈ വ്യക്തിക്ക് ആത്മവിശ്വാസം കുറവാണ്. പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ദുർബലമായി കണക്കാക്കിയിരുന്നു. കാരണം ഒരു വ്യക്തിയുടെ നടപ്പ് അവന്റെ ഉള്ളിലെ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. ഒരു കാര്യം ഒരിക്കലും മറക്കരുത്: ആളുകൾ നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ കാണുന്നില്ല, അവർ കാണുന്നത് നിങ്ങളുടെ പുറംഭാഗമാണ്, നിങ്ങളുടെ ശരീരഭാഷയാണ്. നിങ്ങളുടെ നടപ്പിൽ ഊർജമില്ലെങ്കിൽ, സ്ഥിരതയില്ലെങ്കിൽ, അന്തസ്സില്ലെങ്കിൽ നിങ്ങളുടെ ഓറ ഒരിക്കലും ശക്തമാകില്ല. ശക്തമായ ഓറ എന്നതെന്താണെന്നറിയാമോ? ആളുകൾ നിങ്ങളെ നോക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതായത് നിങ്ങളൊരു ജനക്കൂട്ടത്തിൽ നിന്നാലും നിങ്ങൾ സ്വയം വേറിട്ട് നിൽക്കുന്നു. ആ വ്യത്യാസം സൃഷ്ടിക്കുന്ന ആദ്യത്തെ ആയുധം നിങ്ങളുടെ നടപ്പാണ്. നിങ്ങൾ ഓരോ ചുവടും വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇമേജ് രൂപപ്പെടുന്നു. ഒരു ആത്മവിശ്വാസമുള്ള നടപ്പ് ഒരു വാക്കുപോലും പറയാതെ ആളുകളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ആദരവ് സൃഷ്ടിക്കും. അതൊരു അദൃശ്യ ശക്തിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നടക്കുമ്പോൾ വെറും നടക്കരുത്, നേരെ നടക്കുക, സ്ഥിരമായി നടക്കുക, അന്തസ്സോടെ നടക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ ശരീരം തന്നെ പറയണം. നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പുറത്തേക്ക് പ്രകടിപ്പിക്കണം. ആളുകൾ നിങ്ങളെ കണ്ടപ്പോൾ തോന്നണം: ഈ വ്യക്തിയിൽ എന്തോ പ്രത്യേകതയുണ്ട്, ഇതൊരു സാധാരണ വ്യക്തിയല്ല. ആ ചെറിയ തീപ്പൊരി തന്നെയാണ് നിങ്ങളുടെ ഓറയുടെ തുടക്കം. ഈ നടപ്പിന്റെ ശൈലി മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു സ്ഥാനം സൃഷ്ടിക്കും. ഓർക്കുക, നിങ്ങളുടെ നടത്തമാണ് നിങ്ങളുടെ ആദ്യ പരിചയപ്പെടുത്തൽ. ഒരു ശക്തമായ പരിചയപ്പെടുത്തൽ എപ്പോഴും ഒരു ശക്തമായ സ്വാധീനം സൃഷ്ടിക്കും.
3. സ്വയം കുറച്ച് സംസാരിക്കുക. ഡോണ്ട് ടോക്ക് ടു മച്ച് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ ശ്രദ്ധേയനാക്കുന്നില്ല, നിങ്ങളുടെ മൗനമാണത് ചെയ്യുന്നത്. ചാണക്യ പറഞ്ഞിട്ടുണ്ട്, സംസാരം മനുഷ്യന്റെ ബുദ്ധിയുടെ കണ്ണാടിയാണ്. അനാവശ്യ സംസാരം അവന്റെ ദൗർബല്യത്തിന്റെ അടയാളമാണ്. ശക്തമായൊരു ഓറയുണ്ടാക്കുന്നത് കൂടുതൽ സംസാരിച്ചുകൊണ്ടല്ല, മറിച്ച് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മൗനം പാലിക്കണം എന്നതറിയുന്നതിലാണ്. ഇന്നത്തെ ലോകത്ത് പലരും സ്വന്തം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. അവരുടെ നേട്ടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ചിന്തകൾ. എന്നാൽ അവർ കൂടുതലായി സംസാരിക്കുന്നതോടെ അവരുടെ സാന്നിധ്യം കുറയുന്നു. ഒരു വ്യക്തി നിരന്തരം തന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവനെന്നാണ് ചിന്തിക്കുന്നതറിയാമോ? ഇവനിൽ ആഴമില്ല, ഇവന് പറയാനുള്ളത് ഇത്രയേയുള്ളൂ. അവന്റെ ജീവിതം ഞാൻ, എനിക്ക് എന്ന വൃത്തത്തിൽ ഒതുങ്ങിപ്പോകുന്നു. ഇത്തരം ആളുകൾ ആകർഷകമല്ല. അവരെ അല്പസമയം കേൾക്കാൻ പറ്റും, പക്ഷേ ദൈർഘ്യമേറിയ സ്വാധീനം സൃഷ്ടിക്കില്ല. ശക്തമായ ഓറയുടെ യഥാർത്ഥ രഹസ്യമിതാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക, പക്ഷേ ലോകം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുക. നിങ്ങളൊരു പ്രഹേളികയായിരിക്കണം. ആളുകൾക്ക് തോന്നണം, ഈ വ്യക്തിയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നു, ഇവനിലൊരു ആഴമുണ്ട്. ഈ നിഗൂഢതയാണ് മനുഷ്യരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇതാണ് രാജാക്കന്മാരെയും യോദ്ധാക്കളെയും മികച്ച തന്ത്രജ്ഞരെയും വേറിട്ട് നിർത്തിയ രഹസ്യം. നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ കൂടുതലായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ പുറത്തുവരും. ഓർക്കുക, മനുഷ്യന്റെ പകുതി തെറ്റുകൾ അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്നാണുണ്ടാകുന്നത്. മറ്റൊരു പകുതി അവൻ പറയാതെ നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒഴിവാകുന്നത്. അതുകൊണ്ട് മൗനം ഒരു ദൗർബല്യമല്ല, അത് നിങ്ങളുടെ ദൗർബല്യങ്ങളെ മറയ്ക്കുന്ന ഒരു മതിലാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ പൂർണ്ണമായ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ഈ അവ്യക്തത, ഈ നിഗൂഢത നിങ്ങളുടെ ഓറയെ കൂടുതൽ ശക്തമാക്കും. ഒരു മാഗ്നറ്റിക് വ്യക്തിത്വമെന്നത് നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, പക്ഷേ ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ കഥ പറയാൻ ശ്രമിക്കരുത്, മറിച്ച് മറ്റുള്ളവരുടെ കഥ കേൾക്കുക. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ സംഭാഷണത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെ തുടരും. ആളുകൾ നിങ്ങളെ പക്വതയുള്ളവനായി, ബുദ്ധിമാനായി, ആഴത്തിൽ ചിന്തിക്കുന്നവനായി കാണും. ഇതുപോലുള്ള ഗുണങ്ങളാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം എന്നും ഓർക്കുക, നിങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അത് നിങ്ങളെ ജനക്കൂട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാക്കുന്ന ഒരു ശക്തിയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ ലോകം നിങ്ങളെക്കുറിച്ചറിയാൻ ആഗ്രഹിക്കും. ഇതാണ് ഒരു ശക്തമായ ഓറയുടെ പിന്നിലെ മനഃശാസ്ത്രം. 4. നിങ്ങളുടെ മൂല്യങ്ങൾ സ്ഥാപിക്കുക. സെറ്റ് യുവർ വാല്യൂസ് ആൻഡ് ബൗണ്ടറീസ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിരുകൾ നിശ്ചയിക്കുക, പക്ഷെ അവയിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ പറഞ്ഞിട്ടുണ്ട്, തത്വങ്ങളില്ലാത്ത മനുഷ്യന്റെ വ്യക്തിത്വം കാറ്റിൽ പറക്കുന്ന ഇലയെപ്പോലെയാണ്. കാറ്റെങ്ങോട്ടാണോ വീശുന്നത് അതുപോലെ അത് ഒഴുകിപ്പോകും. ശക്തമായ ഒരു ഓറ നടപ്പിലൂടെയോ സംസാരത്തിലൂടെയോ മാത്രമുണ്ടാകുന്നില്ല. അതിൻ്റെ യഥാർത്ഥ അടിത്തറ നിങ്ങളുടെ മൂല്യങ്ങളും അതിരുകളുമാണ്. നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്ക് പോകണം, ഏത് കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കും, ഏത് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല, ഇത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇത് നിങ്ങൾ നിർണയിച്ചില്ലെങ്കിൽ ലോകമത് നിങ്ങളുടെ പകരം തീരുമാനിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഓറ ഒരിക്കലും ശക്തമാകില്ല. ഒരു ശക്തമായ ആത്മാഭിമാനമുള്ള വ്യക്തി ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവൻ തൻ്റെ പരിധികൾ വ്യക്തമാക്കുന്നു. ഇതാണ് ഞാൻ അനുവദിക്കുന്നത്, ഇതാണ് ഞാൻ ഒരിക്കലും സഹിക്കാത്തത്. ഈ വ്യക്തത അവനെ ഉള്ളിൽ നിന്ന് ഉറച്ചവനാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ ഉറപ്പിച്ചു നിൽക്കുമ്പോൾ ലോകവും ഒരു കാര്യം മനസ്സിലാക്കും: ഈ വ്യക്തിയുമായി കളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആത്മാഭിമാനവുമായി ഒത്തുതീർപ്പിനാൻ ആരും ധൈര്യപ്പെടില്ല. ഒരു ശക്തമായ ഓറയുടെ പ്രധാന അടയാളം ഇതാണ്. ആളുകൾ നിങ്ങളെ കണ്ടാൽ തന്നെ അവർക്ക് തോന്നണം, ഈ വ്യക്തിക്ക് ഒരു മതിലുണ്ട്. ആ മതിൽ അനുവാദമില്ലാതെ ആരും കടന്നുകൂടാൻ കഴിയില്ല. പക്ഷേ ജീവിതത്തിൽ അതിരുകളില്ലാത്തവർക്കെന്താണ് സംഭവിക്കുന്നത്? അവരെല്ലായ്പ്പോഴും എളുപ്പമുള്ള ലക്ഷ്യങ്ങളായി മാറുന്നു. ആർക്കും അവരെ അപമാനിക്കാം, ആർക്കും അവരെ സ്വാധീനിക്കാം, അവരെല്ലാം നിശബ്ദമായി സഹിക്കും. ചാണക്യ പറഞ്ഞ ഒരു ശക്തമായ വാക്കുണ്ട്: അപമാനം സഹിക്കുന്നവൻ
മറ്റുള്ളവരെ അതിലേക്ക് ശീലിപ്പിക്കുന്നു. അതായത് നിങ്ങൾ സഹിക്കുന്നതുകൊണ്ടാണ് ആളുകൾ അത് തുടരുന്നത്. അത്തരമൊരാൾ എത്ര കഴിവുള്ളവനാണെങ്കിലും ലോകത്തിൻ്റെ കണ്ണിൽ അവൻ്റെ ഓറ ദുർബലമായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമായി നിശ്ചയിക്കുമ്പോൾ, സത്യം, അച്ചടക്കം, ആദരവ്, വിശ്വസ്തത, ആത്മമൂല്യം ഇവയെല്ലാം നിങ്ങൾ ഉറപ്പിച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത വ്യക്തിയാണെന്ന് ലോകം തിരിച്ചറിയും. നിങ്ങൾ ജനക്കൂട്ടത്തിനനുസരിച്ചു മാറുന്ന ഒരാളല്ല. ഈ വ്യക്തത ആളുകളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു പ്രത്യേക ബഹുമാനം സൃഷ്ടിക്കും. അവർ ചിന്തിക്കാൻ തുടങ്ങും, ഈ വ്യക്തിയോട് കളിയാക്കാൻ പറ്റില്ല, ഇവന് സ്വന്തമായൊരു സ്റ്റാൻഡേർഡുണ്ട്. ഈ ബഹുമാനവും ഈ പരിധികളും നിങ്ങളുടെ ഓറയെ പല മടങ്ങ് ശക്തമാക്കും. ശക്തമായ ഓറ എന്നതെന്താണ്? ആളുകൾ നിങ്ങളെ വെറുതെ കാണുന്നില്ല. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ശ്രദ്ധാലുക്കളാണെന്നു. അവർക്കറിയാം, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ സഹിക്കില്ല. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ ആർക്കും കാൽ വയ്ക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഇതാണ് നിങ്ങളെ അപൂർവമാക്കുന്നത്. ഓർക്കുക, അപൂർവമായവയ്ക്കാണ് എല്ലായ്പ്പോഴും വില. അതുകൊണ്ട് നിങ്ങളെ ആളുകൾ ഗൗരവമായി എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യം ഒരു ശക്തിയായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മൂല്യങ്ങളും അതിരുകളും സ്ഫടികം പോലെ വ്യക്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളാണ് അംഗീകരിക്കാവുന്നത്, ഏത് കാര്യങ്ങളാണ് ഒരിക്കലും അംഗീകരിക്കാനാകാത്തത്, ഇത് വ്യക്തമായി തീരുമാനിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ പരിധികൾ നിർണയിച്ചില്ലെങ്കിൽ ലോകം നിങ്ങളെ അതിരില്ലാത്തവനാക്കി മാറ്റും. ഈ വ്യക്തത നിങ്ങളെ ശക്തനാക്കുക മാത്രമല്ല, നിങ്ങളുടെ ഓറയെ അതിശക്തമാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ ലഘുവായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. 5. നിഗൂഢ സൃഷ്ടിക്കുക. ക്രിയേറ്റ് മിസ്റ്ററി. നിങ്ങളുടെ ജീവിതം മുഴുവൻ തുറന്ന പുസ്തകമാക്കരുത്. രഹസ്യമായി പ്രവർത്തിക്കുക. ഫലങ്ങൾ മാത്രം ലോകത്തിന് മുന്നിൽ കാണിക്കുക. പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിയും സമ്പത്തും പദ്ധതികളും ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്തരുത്. കാരണം മറഞ്ഞിരിക്കുന്ന ആയുധമാണ് ഏറ്റവും ശക്തമായത്. ഒരു ശക്തമായ ഓറയുടെ ഏറ്റവും വലിയ രഹസ്യമിതാണ്: ആളുകൾ നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയരുത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ വികാരങ്ങൾ ഇവയെല്ലാം എല്ലാവർക്കും തുറന്നിരിക്കേണ്ടതില്ല. ഒരു സത്യം മനസ്സിലാക്കൂ, ലോകത്തെല്ലാവരും നിങ്ങളെ നല്ലതിനായി മാത്രം കാണുന്നില്ല. ചിലർ മുന്നിൽ നിന്ന് നിങ്ങളെ പ്രശംസിക്കും, പക്ഷേ ഉള്ളിൽ നിങ്ങളെ അസൂയപ്പെടും. ചിലർ നിങ്ങളെ തടയാൻ ശ്രമിക്കും, ചിലർ തെറ്റായ ഉപദേശം നൽകും, ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ടാണ് ചാണക്യ പറഞ്ഞത്, അപൂർണമായ വിവരങ്ങളാണ് സുരക്ഷിതം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിഗൂഢയായി നിലനിർത്തുമ്പോൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ആസൂത്രണം, എവിടേക്കാണ് നീങ്ങുന്നത്, ഇവയെല്ലാം നിങ്ങളെക്കാൾ മറ്റാരും അറിയാത്തപ്പോൾ നിങ്ങളുടെ ശക്തി സ്വാഭാവികമായി ഉയരും. കാരണം ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. കുറച്ച് സംസാരിച്ച് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാൾ എപ്പോഴും ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. ഈ നിഗൂഢ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും, നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കും, നിങ്ങളെക്കുറിച്ച് ഊഹങ്ങൾ നടത്തും. ഈ ആകാംക്ഷ തന്നെയാണ് നിങ്ങളുടെ ഓറയെ കൂടുതൽ വലുതാക്കുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. ഒരു കാര്യം കുറച്ചറിയപ്പെടുന്നുവെങ്കിൽ അതിന്റെ മൂല്യം കൂടും. ഈ നിയമം മനുഷ്യർക്കും ബാധകമാണ്. നിങ്ങളുടെ പോരാട്ടങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഇവയെല്ലാം നിങ്ങളെല്ലാവർക്കും തുറന്നു കാണിച്ചാൽ ആളുകൾ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കും, തരംതിരിക്കും. അവസാനം നിങ്ങൾ അവരുടെ കണ്ണിൽ സാധാരണക്കാരനായി മാറും. പക്ഷേ നിങ്ങൾ നിശബ്ദമായി പ്രവർത്തിച്ച് നിങ്ങളുടെ ഫലങ്ങൾ മാത്രം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ്: ആളുകൾ നിങ്ങളെ ലഘുവായി കാണില്ല. അവർ നിങ്ങളെ ബഹുമാനിക്കും. കാരണം അവർക്ക് കാണുന്നത് നിങ്ങളുടെ വിജയം മാത്രം, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ കഥയല്ല. ചാണക്യന്റെ ഒരു തന്ത്രം ഇതാണ്: ഫലം കാണിക്കുക, അധ്വാനം മറയ്ക്കുക. കാരണം ആളുകൾ നിങ്ങളുടെ വാക്കുകളിലല്ല, നിങ്ങളുടെ നേട്ടങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ വിജയങ്ങൾ മാത്രം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വാധീനം അപ്പോഴാണ് തുടങ്ങുന്നത്. ചരിത്രം നോക്കൂ. ശക്തരായ ഭരണാധികാരികളും വലിയ സാമ്രാജ്യങ്ങളും അവരുടെ അടുത്ത നീക്കങ്ങൾ ഒരിക്കലും തുറന്നു പറഞ്ഞിരുന്നില്ല. അതാണ് അവരുടെ ശക്തി. നിങ്ങളും അതേ രീതിയിൽ ജീവിക്കുക.
നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഏത് കഴിവാണ് വികസിപ്പിക്കുന്നത്, ഇവയെല്ലാം മൗനത്തിൽ നടക്കട്ടെ. നിങ്ങളുടെ ഫലങ്ങൾ മാത്രം ലോകത്തിന് മുന്നിൽ വരട്ടെ. അപ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, നിങ്ങളെ ഗൗരവമായി കാണും, നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. ഈ ആകർഷണത്തിന്റെ ഉറവിടം നിങ്ങളുടെ നിഗൂഢയാണ്. ഈ നിഗൂഢ നിങ്ങളുടെ ഓറയെ കാന്തികമാക്കി മാറ്റും. 6. നന്നായി വസ്ത്രം ധരിക്കുക. ഡ്രസ് നൈസ്ലി. നിങ്ങളുടെ രൂപം നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രതിഫലനമാണ്. പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ പറഞ്ഞൊരു പ്രധാന സത്യമുണ്ട്. ഒരു വ്യക്തിയുടെ ആദ്യ പരിചയപ്പെടുത്തൽ അവന്റെ വാക്കുകളല്ല, അവന്റെ രൂപമാണ്. ലോകം എത്ര മാറിയാലും ഈ ഒരു നിയമം മാറില്ല. ആളുകൾ ആദ്യം നിങ്ങളെ കാണും, അതിനുശേഷം മാത്രമേ നിങ്ങളെ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ഒരു ശക്തമായ ഓറയുടെ അടിത്തറ നിങ്ങളുടെ വസ്ത്രധാരണം, ഗ്രൂമിംഗ്, ബാഹ്യ അവതരണം എന്നിവയിൽ ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങൾക്കിണങ്ങുന്ന സ്റ്റൈൽ തിരഞ്ഞെടുക്കുമ്പോൾ മാറുന്നത് നിങ്ങളുടെ രൂപം മാത്രമല്ല, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ സാന്നിധ്യം, ഇവയെല്ലാം കൂടിയാണ് മാറുന്നത്. മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾ നന്നായി കാണപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് തന്നെ പറയുന്നു, ഞാൻ തയ്യാറാണ്, ഞാൻ ശക്തനാണ്, എനിക്ക് കഴിവുണ്ട്. ഇതിനാലാണ് ഒരു പുതിയ ഷർട്ട് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായി ഫിറ്റായ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പെട്ടെന്നുയരുന്നത്. ഈ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഓറയുടെ ഏറ്റവും തിളക്കമുള്ള ഭാഗം. ചാണക്യ വ്യക്തമാക്കുന്നു, ഒരു വ്യക്തി തന്റെ രൂപത്തിൽ അഹങ്കരിക്കരുത്, പക്ഷേ തന്റെ സാന്നിധ്യം അശ്രദ്ധമാക്കാനും പാടില്ല. നല്ല വസ്ത്രധാരണം വെറും പ്രദർശനത്തിനല്ല, അത് അച്ചടക്കത്തിന്റെ അടയാളമാണ്, വ്യക്തതയുടെ അടയാളമാണ്, ഗൗരവത്തിന്റെ അടയാളമാണ്, ആത്മാഭിമാനത്തിന്റെ അടയാളമാണ്. വില കൂടിയ വസ്ത്രം ആവശ്യമില്ല, പക്ഷേ വൃത്തിയുള്ളതും ശരീരത്തിനിണങ്ങുന്നതും ലളിതവും സ്മാർട്ടായ വസ്ത്രവും അത് നിർബന്ധമാണ്. കാരണം ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ഉദ്ദേശമനുസരിച്ചല്ല, നിങ്ങളുടെ ആദ്യ കാഴ്ചയനുസരിച്ചാണ്. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും എത്ര കഴിവുള്ളവനായാലും നിങ്ങളുടെ രൂപം അലങ്കോലമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള മൂല്യം നിങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. നിങ്ങൾ സ്വയം വില കൽപ്പിച്ചാൽ മാത്രം ലോകവും നിങ്ങളെ വിലമതിക്കും. ഒരു ശക്തനായ വ്യക്തിയുടെ തിരിച്ചറിവ് അവന്റെ വാക്കുകളോ നടപ്പോ മാത്രമല്ല, ഹെയർ കട്ട് മുതൽ ഷൂസ് വരെ എല്ലാം ചേർന്നാണ് ഒരു അകന്നിക്കാൻ കഴിയാത്ത ഒരു ഓറ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് വിജയസമ്പന്നരായ ആളുകൾ ലളിതത്വത്തെ ഇഷ്ടപ്പെടുന്നവരായാലും അവരുടെ അവതരണം ഒരിക്കലും അവഗണിക്കാത്തത്. നന്നായി വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളെ അവസാനിപ്പിക്കുന്ന ഒരു മാർഗമാണ്. നിങ്ങൾ വൃത്തിയുള്ളവനായി സജ്ജമായവനായി കാണപ്പെടുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ മടി തോന്നില്ല, സ്വയം സംശയിക്കില്ല, ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ നിലനിൽക്കും. ഈ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്തൊരു തിളക്കമായി പ്രത്യക്ഷപ്പെടും. ഈ തിളക്കമാണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണം ഒരിക്കലും ചെറുതായി കാണരുത്. ഇത് ഫാഷൻ മാത്രമല്ല, ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, നിങ്ങളുടെ ബഹുമാനമാണ്, നിങ്ങളുടെ ശക്തിയുടെ ഭാഗമാണ്. ചാണക്യ പറഞ്ഞു, ഒരു സജ്ജനനെ തിരിച്ചറിയുന്നത് അവന്റെ പെരുമാറ്റത്താലും രൂപത്താലുമാണ്. നിങ്ങൾ സ്മാർട്ടായി തയ്യാറായി പുറത്തുപോകുമ്പോൾ നിങ്ങൾ വെറും വസ്ത്രം ധരിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഓറ ധരിക്കുകയാണ്. 7. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ഓറ മാറും. ചാണക്യ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ എങ്ങനെ സ്വയം കാണുന്നുവോ അവൻ അതുപോലെ ആയിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ ഓറയെ യഥാർത്ഥത്തിൽ ശക്തമാക്കണമെങ്കിൽ അത് വസ്ത്രത്തിൽ നിന്നോ നടപ്പിൽ നിന്നോ ബാഹ്യ പ്രകടനത്തിൽ നിന്നോ ആരംഭിക്കുന്നില്ല. അതാരംഭിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു, അതാണ് ലോകം നിങ്ങളെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ സ്വയം ദുർബലനായി കാണുന്നുവെങ്കിൽ നിങ്ങൾ എത്ര ടിപ്പുകൾ പിന്തുടർന്നാലും നിങ്ങളുടെ ഓറ ഒരിക്കലും തിളങ്ങില്ല. പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ ശക്തനാണ്, എന്റെ ആത്മവിശ്വാസം അചഞ്ചലമാണ്, ഞാൻ ആരിലും താഴെയല്ല, എനിക്ക് അംഗീകാരം ആവശ്യമില്ല, എനിക്ക് വളരേണ്ടത് എന്റെ കാരണമാണ്, ഇവ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ പെരുമാറ്റം മാറും, നിങ്ങളുടെ നടപ്പ് മാറും, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ ഊർജം മാറും. ഒരു സത്യമോർക്കുക,
മനുഷ്യൻ ദുർബലനാകുന്നത് ലോകം അവനെ കുറച്ചു കാണുന്നതിനാലല്ല, അവൻ സ്വയം കുറച്ചു കാണുന്നതിനാലാണ്. ചാണക്യ വ്യക്തമാക്കുന്നു, സ്വയം സംശയിക്കുന്നവൻ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരിക്കലും ഉയരില്ല. നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ജനിക്കും. അവർ എന്നെ ഇഷ്ടപ്പെടുമോ? അവർ എന്നെ അംഗീകരിക്കുമോ? ഇവിടെയാണ് നിങ്ങളുടെ ശക്തി നഷ്ടമാകാൻ തുടങ്ങുന്നത്. കാരണം മറ്റുള്ളവരുടെ അംഗീകാരം ആശ്രയിക്കുന്ന ഒരാൾക്ക് തന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ശക്തമായ ഓറയുള്ളവർ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. അവർ ജീവിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി, തങ്ങളുടെ ദൗത്യത്തിനായി, തങ്ങളുടെ വളർച്ചയ്ക്കായി. ഒരു സത്യം ഒരിക്കലും മറക്കരുത്: ആകർഷണം എല്ലായ്പ്പോഴും ലഭ്യത കുറവുള്ള കാര്യങ്ങളിലാണുണ്ടാകുന്നത്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ പിന്നാലെ ഓടുമ്പോൾ ആളുകൾ പതുക്കെ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. പക്ഷേ നിങ്ങൾ ശാന്തനായി സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിച്ച് ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഊർജം വ്യത്യസ്തമാകും. നിങ്ങളിലൊരു സ്ഥിരത, ഒരു ഉറപ്പ്, ഒരു സ്വയം പൂർണ്ണത കാണപ്പെടും. അവസാനം ഒരു കാര്യം മാത്രം സത്യമാണ്: ശക്തമായ ഓറ മുഖത്തു നിന്നോ വസ്ത്രത്തിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല. അതുണ്ടാകുന്നത് ഒരചഞ്ചലമായ ഉറച്ച ചിന്താഗതിയിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക, ലോകം നിങ്ങളെ കാണുന്ന രീതിയും മാറും. ബോണസ്: ഒരിക്കലും ആകർഷിക്കാൻ ശ്രമിക്കരുത്. നെവർ ട്രൈ ടു ഇംപ്രസ്. സ്വയം ശക്തനാക്കുക, ആരെയും ആകർഷിക്കാൻ ശ്രമിക്കരുത്. പ്രാചീന തന്ത്രജ്ഞനായ ചാണക്യ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ ആശ്രയിക്കുന്നവനെ ലോകം ഒരിക്കലും ആദരിക്കില്ല. ഇതൊരു കടുത്ത സത്യമാണ്. ഈ ലോകത്ത് ഏറ്റവും ദുർബലരായി തോന്നുന്നവർ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരാൾ പതുക്കെ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തും, സ്വന്തം മൂല്യം മറക്കും. അവസാനം മറ്റുള്ളവരുടെ കണ്ണിലും അവന്റെ വില കുറയും. കാരണം സ്വന്തം നിലപാടുകൾക്ക് വില നൽകുന്നവരെ മാത്രമാണ് ലോകം ഗൗരവമായി എടുക്കുന്നത്, മറ്റുള്ളവരുടെ കയ്യടിയിൽ ജീവിക്കുന്നവരെയല്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ പിന്നാലെ ഓടുകയാണെങ്കിൽ, എല്ലാ മെസ്സേജുകൾക്കും ഉടനെ മറുപടി നൽകുകയാണെങ്കിൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ യാഥാർത്ഥ്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓറയെ ദുർബലമാക്കുകയാണ്. ചാണക്യ ഈ മനോഭാവത്തെ ആത്മഹ്രാസം എന്ന് വിളിച്ചു. സ്വയം ചെറുതാക്കുന്നവരെ ലോകം ഒരിക്കലും വലുതായി കാണില്ല. ഓർക്കുക, ശക്തരായ ആളുകൾ ഒരിക്കലും ആരുടെയും പിന്നാലെ ഓടുന്നില്ല. അവർ അവരുടെ ലക്ഷ്യങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ വളർച്ചയിൽ അത്രയും മുഴുകിയിരിക്കും. ആളുകൾ തന്നെയാണ് അവരുടെ പിന്നാലെ വരുന്നത്. നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ, നിങ്ങളുടെ ശക്തികളും നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും എല്ലാം സ്വീകരിക്കുമ്പോൾ, നിങ്ങളിലൊരു അപൂർവ ഊർജം രൂപപ്പെടും. ആ ഊർജത്തിലേക്ക് ആളുകൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. കാരണം അവർക്ക് തോന്നും, ഈ വ്യക്തി ആരെയും ഭയന്ന് ജീവിക്കുന്നില്ല, ഇവൻ തന്റെ നിബന്ധനകളിൽ ജീവിക്കുന്നു. ലോകം ആദരിക്കുന്നത് സ്വയം മാറ്റാൻ തയ്യാറായവനെയാണ്, പക്ഷേ സ്വയം വിറ്റുകളയാത്തവനെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക. ഒരു തീരുമാനമെടുക്കുക: എനിക്ക് ആരെയും ഇംപ്രസ് ചെയ്യേണ്ടതില്ല, എനിക്ക് വളരേണ്ടത് എന്റെ കാരണമാണ്. ആ ദിവസം മുതൽ നിങ്ങളുടെ ഓറ മാറാൻ തുടങ്ങും. നിങ്ങളുടെ നടപ്പിൽ സമാധാനം വരും. നിങ്ങളുടെ ശരീരഭാഷ കൂടുതൽ ആഴമേറും. നിങ്ങളുടെ മനസ്സ് കൂടുതൽ സ്ഥിരമാകും. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദമുയരും: ഞാൻ ആരുടെയും പിന്നാലെ ഓടുന്നവനല്ല, ആളുകൾ തന്നെയാണ് എൻ്റെ അടുത്തേക്കെത്തുന്നത്. നിങ്ങൾ ആളുകൾ എന്ത് ചിന്തിക്കുമെന്നതിൽ നിന്ന് മാറി ഞാൻ എന്തായി മാറുന്നു എന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന നിമിഷം മുതൽ, നിങ്ങൾ എവിടെയായാലും എന്ത് സദസ്സിലായാലും ശ്രദ്ധ നിങ്ങളുടെ മേൽ തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് നിങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ സ്വാധീനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ മാറ്റം പോലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏത് പോയിന്റാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? കമന്റിൽ എഴുതുക. ഇതുപോലുള്ള ശക്തമായ മൈൻഡ് സെറ്റ് മാറ്റുന്ന വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്താത്തവർക്ക് ഇതുപോലുള്ള വീഡിയോകൾ നഷ്ടപ്പെടും.